ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രവീന്ദ്രൻ ചന്ദ്രോദയത്തിലോട്ട് എത്തുമ്പോഴേക്കും സച്ചിയും രേവതിയും ഓടിപ്പോകുന്നുണ്ട് അടുത്തോട്ട്. എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, അമ്മയെ കണ്ടോ അച്ഛ, സംസാരിച്ചോന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മ പറ്റില്ലെന്ന് പറഞ്ഞല്ലേ അച്ഛ, അച്ഛൻ്റെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അതേ മോളെ, അമ്മ പറ്റില്ലെന്ന് പറഞ്ഞു എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, എന്താ അച്ഛ അമ്മ ഇങ്ങനെ, അച്ഛൻ പറഞ്ഞിട്ട് പോലും അമ്മ കേൾക്കുന്നില്ലേ, അവളുടെ വാശി നിങ്ങൾക്ക് അറിയാലോ എന്ന് രവീന്ദ്രനും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു, പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്നും പുറത്തു പോകണം, അതാണ് അവളുടെ ഡിമാൻഡ് എന്നൊക്കെ രവീന്ദ്ര പറയുമ്പോഴേക്കും ഇവർക്ക് ഭയങ്കര ഷോക്കാവുകയാണേ സച്ചിക്കും രേവതിക്കും ഒക്കെ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മ എന്താ അച്ഛാ ഇങ്ങനെ വാശി പിടിക്കുന്നത്, ഇവരെന്താ ഇവിടെ ജോലിക്ക് നിൽക്കുന്നവരാണോ, ഇവരെ എവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ വർഷയും പറയുന്നുണ്ട്, ആൻറ്റിയുടെ വാശി ഇത് നല്ലതല്ല കേട്ടോ അങ്കിളെ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ രേവതിയോട് പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കുകയൊന്നും വേണ്ട, അവൾ ഈ വിഷയത്തിൻ്റെ പേരിലെങ്കിലും നിങ്ങളെ രണ്ടുപേരും ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റുമോ എന്ന് നോക്കുവാണ്. പക്ഷെ ഞാൻ അവളോട് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം സച്ചിയും രേവതിയും ഈ വീട്ടിൽ നിന്നും പോവത്തില്ല, അവരെൻ്റെ കൂടെ തന്നെ താമസിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. ഏതായാലും അവളായിട്ട് കേസൊന്നും പിൻവലിക്കാൻ പോകുന്നില്ല, നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ നിന്നും പോകാൻ പോകുമ്പോഴേക്കും സച്ചി രവീന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, എന്താ മോനെ, എന്താ സച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും, ഹേ ഒന്നുമില്ല അച്ഛാ, അച്ഛൻ പോയി റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ടൈം ഹീൽസ് എവരിത്തിങ്, സമയമെല്ലാം ശരിയാക്കും എന്നല്ലേ, ആൻറ്റിയുടെ മനസ്സ് മാറുമായിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വർഷയും ശ്രീകാന്തും കൂടി മുറിയിലോട്ട് പോകുന്നുണ്ട്. രേവതിയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുവാണ്, ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട്. പിന്നെ കാണിക്കുന്നത് വക്കീലിൻ്റെ ഓഫീസാണ്. രേവതിയും സച്ചിയും കൂടി വക്കീലിൻ്റെ അടുത്തോട്ട് ഈ വിവരം പറയാൻ വേണ്ടി പോയിരിക്കുവാണ്. അമ്മയോട് ഒരുപാട് സംസാരിച്ച് നോക്കി സർ, പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല, കേസ് പിൻവലിക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ എങ്ങനെയെങ്കിലും ജയിലിലാക്കാനാ അമ്മ നോക്കുന്നെന്ന് പറയുമ്പോഴേക്കും അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, ഹോ നിങ്ങൾ പറഞ്ഞിട്ടൊന്നും നിങ്ങളുടെ അമ്മ കേൾക്കുന്നില്ലല്ലേ, പിന്നെ എന്ത് ചെയ്യാനാ, നിങ്ങളുടെ അമ്മ കേസ് പിൻവലിക്കുമായിരുന്നെങ്കിൽ 2 ലക്ഷത്തിൽ കാര്യങ്ങളൊക്കെ കഴിയുമായിരുന്നു, ഇനിയിപ്പോൾ 5 ലക്ഷം വേണ്ടി വരുമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, 5 ലക്ഷമോ, എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വക്കീൽ പറയുന്നുണ്ട്, അത്രയൊക്കെ കാശ് ചെലവുണ്ട് മോളെ, അമ്മ കേസ് പിൻവലിക്കാത്ത സ്ഥിതിക്ക് തന്നെ പോലീസ് നിങ്ങളുടെ അനിയനെ എന്തായാലും അറസ്റ്റ് ചെയ്യും, പിന്നെ അവൻ 1 വർഷം, മിനിമം 1 വർഷമെങ്കിലും അവന് ജയിലിലും കഴിയേണ്ടി വരുമെന്ന് പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമാവാണ്. അയ്യോ 1 വർഷം ജയിലിലോ, അവന് പരീക്ഷയ്ക്കാണ് വരുന്നത്, അവന് പരീക്ഷ പോലും എഴുതാൻ പറ്റില്ല, അവൻ്റെ ജീവിതം തന്നെ പോകുമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് രേവതി വിഷമിക്കുവാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇതേ ഉള്ളൂ വഴിയെന്ന് അഡ്വക്കേറ്റ് പറയുവാണ്. ഇത് കേട്ട് രേവതി പൊട്ടിക്കരയുമ്പോഴേക്കും സച്ചി സമാധാനിപ്പിക്കുന്നുണ്ട്, രേവതി നീ കരയല്ലേ സാർ, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, ഞാൻ ബാക്കിയുള്ള വക്കീലന്മാരെ പോലെയല്ല, നിങ്ങളുടെ 2 കൂട്ടർക്കും ഒരു ദോഷമില്ലാത്ത വിധത്തിൽ ഈ കേസ് ഒതുക്കി തീർക്കാനാണ് ഞാൻ നോക്കുന്നത്, അപ്പോൾ അതിന് കുറച്ച് കാശൊക്കെ ചിലവാകും സച്ചി എന്നൊക്കെ അഡ്വക്കേറ്റ് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ കാശ് കുറച്ച് കൂടുതലല്ലേ സാറെന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും, വേറെ എന്ത് ചെയ്യാനാ സച്ചി, ഇതൊരു മോഷണ കേസല്ലേ, നിങ്ങളുടെ അനിയൻ ഇപ്പോൾ അറസ്റ്റിലായി തന്നെ ഇരിക്കട്ടെ, അവൻ ജയിലിൽ പോയി ഇതിൻ്റെ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാലും ഈ നാട്ടിൽ വേറെ എന്തെങ്കിലും മോഷണ കേസ് നടന്നു കഴിഞ്ഞാൽ ആദ്യം പ്രതിയാക്കുന്നത് നിങ്ങളുടെ അനിയനെ ആയിരിക്കും, വീണ്ടും വീണ്ടും പോലീസ് നിങ്ങളുടെ അനിയനെ തന്നെ തേടി വരും, അവൻ്റെ ജീവിതം തന്നെ പോവും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്ത് ചെയ്യണമെന്ന് സച്ചിനോടും രേവതിനോടും പറയുവാണ് അഡ്വക്കേറ്റ്. പണം പോയാൽ നമുക്ക് വീണ്ടും സമ്പാദിക്കാം, പക്ഷേ ജീവിതം പോയാലോ, നിങ്ങൾ നല്ലോണം ആലോചിക്കുക സച്ചി എന്നൊക്കെ അഡ്വക്കേറ്റ് നല്ലോണം ഉപദേശിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയും, എനിക്ക് കുറച്ച് സമയം താ സാർ, ഞാൻ ഈ പൈസ എങ്ങനെയെങ്കിലും ഒപ്പിക്കാമെന്ന് പറയുമ്പോഴേക്കും വക്കീൽ പറയുന്നുണ്ട്, സമയം എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല സച്ചി, ഇങ്ങനെ സമയം നീണ്ടു പോകുമ്പോഴേക്കും അവൻ മറഞ്ഞും കൂടി നിൽക്കുവാണ്, മറവിലും കൂടി ആകുമ്പോഴേക്കും അവൻ്റെ ചാർജ്, കേസ് ഫയലിലെ ചാർജസ് കൂടി വരും, പിന്നെ അവന് കിട്ടുന്ന ശിക്ഷയും കൂടി വരും, അതുകൊണ്ട് എളുപ്പം നിങ്ങൾ പൈസ റെഡിയാക്കി കൊണ്ടുവരുവാണെങ്കിൽ ഈ കേസ് എളുപ്പം ഒതുക്കി തീർക്കാം എന്ന് പറയുമ്പോഴേക്കും സച്ചി, ആ സാർ ഞാൻ എത്രയും പെട്ടെന്ന് പൈസ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങുവാണേ. പുറത്തെത്തുമ്പോഴേക്കും രേവതി സച്ചിനോട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ഈ പൈസക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാനാ, 5 ലക്ഷം രൂപ ഞങ്ങൾ എങ്ങനെ ഒപ്പിക്കാനാന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒപ്പിച്ചേ പറ്റൂ രേവതി, കാരണം സാറ് പറഞ്ഞത് കേട്ടില്ലേ, സമയം പോകും തോറും റിസ്ക്കും കൂടി വരുക, നമുക്ക് ശരത്തിനെ പുറത്തിറക്കണ്ടേ, അമ്മ ഏതായാലും കേസ് പിൻവലിക്കാൻ പോകുന്നില്ല, അപ്പം ഇതേ ഉള്ളൊരു വഴി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവു രേവതിയെ വിളിക്കുന്നു, കേസ് പിൻവലിച്ചോ അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മ ഒരിക്കലും കേസ് പിൻവലിക്കില്ല ദേവു, ഞങ്ങൾക്ക് നല്ലതുപോലെ
കൊണ്ടുവരാനൊന്നും അമ്മക്ക് തോന്നില്ലല്ലോ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോൾ ദേവു ചോദിക്കുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യും ചേച്ചി എന്ന് പറയുമ്പോഴേക്കും ഞങ്ങളൊരു വക്കീലിനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ശരത്തിനെ ഇതിൽ നിന്നും ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപ ചിലവാകും എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുമ്പോഴേക്കും ദേവുവിന് ഭയങ്കര സങ്കടമാവുകയാണ്. 5 ലക്ഷം രൂപയോ? അത്രയും കാശൊക്കെ എങ്ങനെ ഒപ്പിക്കാൻ പറ്റും ചേച്ചി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞങ്ങളും അതേപ്പറ്റി ആലോചിക്കുന്ന മോളെ. ഞാൻ സച്ചേട്ടനോടൊക്കെ സംസാരിക്കട്ടെ, എങ്ങനെയെങ്കിലും ആ പൈസ ഒപ്പിക്കണം, എന്നാലേ അവൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് രേവതി കോള് കട്ട് ചെയ്യുവാണ്. ദേവു അമ്മേനോട് ഈ കാര്യം പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അയ്യോ അത്രയും കാശൊക്കെ നമ്മളെങ്ങനെ ഒപ്പിക്കാനാ മോളെ, ഇനി ഈ ഭാരവും കൂടി ആ സച്ചിൻ്റെ തലയിലാവും. സച്ചി എങ്ങനെയെങ്കിലും ഈ തുക ഒപ്പിക്കാനേ നോക്കുള്ളൂ, നമുക്ക് അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട, എങ്ങനെയെങ്കിലും ഈ പൈസ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം എന്നൊക്കെ ലക്ഷ്മി ദേവുവിനോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സച്ചി മഹേഷായിട്ട് പലിശക്ക് കാശെടുക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് പോയിരിക്കുവാണ്. കാറിന് വേണ്ടി കാശെടുത്ത ഒരാളുടെ വീട്ടിൽ തന്നെയാണ് സച്ചി പോകുന്നത്. അപ്പോൾ അയാളുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, സർ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് ആവശ്യമുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, സച്ചി നീ ആദ്യം എടുത്ത ലോണ് തന്നെ ഇപ്പോഴും അടച്ച് തീർന്നിട്ടില്ല, അതിനിയുണ്ട്, വേണമെങ്കിൽ ടോപ്പപ്പ് ചെയ്യാം നമുക്ക്, ഞാനൊരു 1.25 ലക്ഷം വരെ നിനക്ക് ലോൺ തരാമെന്ന് പറയുമ്പോഴേക്കും, സർ 1.25 ലക്ഷമോ? അത്രയൊന്നും എനിക്ക് പറ്റത്തില്ല സർ, എനിക്ക് 5 ലക്ഷം രൂപ വേണ്ടി വരും എന്ന് പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, 5 ലക്ഷം രൂപയോ? എന്നാൽ പിന്നെ നിൻ്റെ കാറ് വിൽക്കേണ്ടി വരും എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, കാറ് വിൽക്കാനൊന്നും പറ്റില്ല സർ, അന്ന് എനിക്കൊരു 2 ലക്ഷം രൂപ റൗണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്താ സച്ചി ഇത്, നിൻ്റെ കാറിനെന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്, ആ വാല്യൂവിന് ഇത്രയും 1.25 തന്നെ കൂടുതലാണ്, പിന്നെ നിന്നെ അറിയാവുന്നുള്ളൊരു ഇതിലാണ് ഞാൻ 1.25 തന്നതെന്നൊക്കെ ഇയാൾ പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, സച്ചി കറക്റ്റായിട്ട് അടക്കുന്ന ആളല്ലേ സാർ, അപ്പോൾ പിന്നെ കൊടുത്താൽ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി കറക്റ്റായിട്ട് അടക്കുന്ന ആളാണ്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ആ കാറിനാരും ഇത്രയും ലക്ഷം രൂപയൊന്നും ലോൺ കൊടുക്കില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, സാർ എനിക്കെന്ന് പറഞ്ഞൊരു വാല്യൂ അല്ലേ, ഞാൻ കറക്റ്റായിട്ട് പൈസ അടച്ചോളാം പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുവാണ്. ഒരു 2 ലക്ഷം ആക്കി ഒന്ന് റൗണ്ട് ആക്കി താന്ന് പറയുമ്പോഴേക്കും അയാൾ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ശരി, 2 ലക്ഷമെങ്കിൽ 2 ലക്ഷം, നീ ഈ പേപ്പറിലൊന്ന് സൈൻ ഇട്ടതാന്ന് പറഞ്ഞിട്ട് സച്ചിൻ്റെ കയ്യിൽ നിന്ന് സൈനൊക്കെ ഇട്ട് മേടിക്കുന്നുണ്ട്. 2 ലക്ഷം കിട്ടിക്കഴിയുമ്പോഴേക്കും സച്ചി മഹേഷിനോട് പറയുന്നുണ്ട്, എടാ ഇനി ബാക്കി കാശിന് നമ്മൾ എന്ത് ചെയ്യോടാന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് പോക്കറ്റിലുള്ള ഒരു 25,000 രൂപ എടുത്തിട്ട് സച്ചിക്ക് കൊടുക്കുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇതെന്താ, പിടിച്ചോ സച്ചി, ഞാൻ നിനക്ക് കുറേ കാശ് തരാനില്ലേ, ഈ 25 രൂപ നീ പിടിച്ചോ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എനിക്കിതൊന്നും വേണ്ട, നിനക്ക് ഒന്നാണ്ട് തന്നെ ഒരുപാട് ചിലവുകളുള്ളതാണ്, പിള്ളേരുടെ പഠിത്തം, പിന്നെ കാറിൻ്റെ ഡ്യൂ, എനിക്ക് വേണ്ട മഹേഷ് എന്ന് പറയുമ്പോഴേക്കും സച്ചി, നീ എനിക്ക് ആവശ്യ സമയത്ത് ഒരുപാട് ഉപകാരം ചെയ്തു തന്നിട്ടുള്ള ഒരാളാണ്, എന്നെക്കൊണ്ട് ഇപ്പോൾ ഇത് തരാൻ പറ്റത്തുള്ളൂ, നിനക്ക് ഇതൊന്നും ഒന്നും അല്ലെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ കയ്യിൽ ഇത്ര ഉള്ളൂടാ, നിനക്ക് വേണ്ടി ഞാൻ റെഡിയാക്കി കാശാ പിടിക്കുന്നൊക്കെ പറഞ്ഞ് സച്ചിക്ക് കൊടുക്കുവാണേ. സച്ചിക്ക് അത് ഭയങ്കര സന്തോഷവും സങ്കടവും ഒന്നിച്ചു വരുവാണ്. എടാ എനിക്ക് പ്രതീക്ഷിക്കാത്ത നേരത്താണ് നീ ഇത്രയും തുക തന്നെ എന്നെ സഹായിക്കുന്നത്, ഇതെനിക്ക് വലിയ ഉപകാരമാണ്. ശരി, ഇപ്പോൾ 2.25 ലക്ഷം രൂപയായി, ഞാൻ ഇനി എന്ത് ചെയ്യുന്നു, രേവതിയെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ എടുത്ത് രേവതിയെ വിളിക്കുവാണേ. രേവതിയോട് പറയുന്നുണ്ട്, രേവതി 2.25 ലക്ഷം രൂപ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണേ. അപ്പോൾ ഇനി ബാക്കി കാശിന് നീ ഇപ്പോൾ എവിടെയുണ്ട്? അപ്പോൾ രേവതി പൂക്കടയുടെ അവിടെ ഉണ്ടെന്ന് പറയുവാണേ. അമ്മയുടെ പൂക്കടയുടെ അവിടെയാണെന്ന് പറയുമ്പോഴേക്കും സച്ചി വേഗം വണ്ടി എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ അവിടെയാണെങ്കിലോ രേവതിയുടെ അമ്മ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചിരുന്നൊരു മെഷീനുണ്ട്, അതെടുത്ത് വിൽക്കുവാണ്. അത് വിൽക്കുന്നത് കണ്ടുകൊണ്ട് അമ്മക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ആകെയുള്ളൊരു വസ്തു അതാണ്, അത് വിറ്റാൽ കുറച്ച് കാശ് കിട്ടുമല്ലോ, സച്ചിക്ക് ഒരു ഉപകാരമാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അവരത് വിൽക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ വിഷമിച്ചുകൊണ്ട് അത് വിറ്റ് കാശ് മേടിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ദേവുവിൻ്റെ കുറച്ച് സ്വർണ്ണാഭരണങ്ങളും വിറ്റ് അവർ പൈസ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സച്ചി ഈ രംഗം കണ്ടിട്ടാണ് വരുന്നത്. അമ്മേ ഇതെന്താ ഈ ചെയ്യുന്നത്, ഈ മെഷീൻ എന്താ വിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും, അത് സാരമില്ല മോനെ, പൈസ വേണ്ടേ നമുക്ക്, അതിനുവേണ്ടി വിറ്റതാന്ന് പറയുമ്പോഴേക്കും, പൈസ നമുക്ക് എപ്പോഴെങ്കിലും ഒപ്പിക്കാം, പക്ഷേ ഇത് നമ്മുടെ അച്ഛൻ്റെ ഓർമ്മയല്ലേ, അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് മാത്രമേ ഉള്ളൂ, അതും വിൽക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അച്ഛൻ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, അത് മതി, മെഷീനൊന്നും വേണ്ട മോനെ, അത് വിറ്റാൽ കുറച്ച് കാശ് കിട്ടും, അതാ വിറ്റേന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചി ആ വണ്ടിയിൽ കയറ്റുമായിരുന്നു ആ മെഷീൻ, അവരോട് പോയി പറയുന്നുണ്ട്, അത് താഴെ ഇറക്ക്, ഇത് എത്ര രൂപയ്ക്ക് അവർ വിറ്റെന്ന് ചോദിക്കുമ്പോഴേക്കും 7,000 രൂപക്കാന്ന് പറയുന്നുണ്ട്. 7,000 രൂപ സച്ചി പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ആ മെഷീൻ ഇപ്പം തന്നെ താഴെ ഇറക്കണം എന്ന്. അപ്പോൾ അവർ വീണ്ടും അത് എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വെക്കുവാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ, എന്താ മോനെ ഇത്, എന്തിനിങ്ങനെ ചെയ്തത്, എല്ലാ ഭാരവും കൂടി നീ ഏറ്റെടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ അത് വിറ്റെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മ എന്താ എനിക്ക് ഇത്രയും കാശ് ഒപ്പിക്കാൻ പറ്റില്ലെന്ന് ഓർത്തോ? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അങ്ങനെയല്ല മോനെ, നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ, അത് ഓർത്തിട്ടാണ് ഞങ്ങളത് വിറ്റെന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയും, എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും അത് മാത്രം ഇനി വിൽക്കരുതമ്മേ, അത് അച്ഛൻ്റെ ഓർമ്മയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ദേവു നീ എന്നാൽ മറ്റേ കാശ് എടുത്തോണ്ട് വാന്ന് പറഞ്ഞിട്ട് ദേവുവിൻ്റെ ആഭരണങ്ങൾ വിറ്റ് കാശുമായിട്ടൊക്കെ വരുവാണ്. അതൊരു 1.5 ലക്ഷം രൂപയുണ്ട്.
അപ്പോൾ അതെടുത്ത് അമ്മ സച്ചിക്ക് കൊടുക്കുമ്പോഴേക്കും സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ ഇതൊക്കെ വിറ്റത്? അപ്പോൾ അമ്മ പറയും, ഇത് വിറ്റപ്പോൾ എനിക്ക് സങ്കടമൊന്നുമില്ലായിരുന്നു മോനെ, പക്ഷേ ആ മെഷീൻ വിറ്റപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ആഭരണങ്ങളൊക്കെ ഒരു വെറുതെ വസ്തുക്കളല്ലേ, പക്ഷെ അതൊരു ഓർമ്മയാണ്, അത് വിൽക്കുമ്പോൾ സങ്കടം വരും, അതാ ഞാൻ അമ്മയോട് അത് വിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞെന്ന് സച്ചിയും പറയുന്നുണ്ട്. എന്നിട്ട് ആഭരണങ്ങൾ വിറ്റ കാശ് സച്ചി മേടിക്കുന്നുണ്ടെങ്കിലും പറയുന്നുണ്ട്, അമ്മ ഇത് നിങ്ങൾക്ക് തന്നെ വെക്കാറുന്നില്ല, എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാമല്ലോ എന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, എന്താവശ്യം, ശരത്തിന് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേ, കാശൊക്കെ നമുക്ക് പിന്നെയും സമ്പാദിക്കാം, സച്ചിയേട്ടൻ ഇപ്പോൾ ഈ കാശ് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിക്ക് കൊടുക്കുവാണ്. അപ്പോൾ ഇനി ബാക്കി ഒരു 1.5 ലക്ഷം രൂപ കൂടി വേണം, അതെന്ത് ചെയ്യുമെന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും നമുക്കത് ആലോചിക്കാൻ രേവതി, നീ വാ എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയെയും കൂട്ടി പോവാണ്. പിന്നെ അവരവരുടെ ഹുണ്ടിയിൽ കൂട്ടിവെച്ച കാശുണ്ടല്ലോ, വീട്ടിൽ പോയിട്ട് സച്ചിയും രേവതിയും അത് ഇരുന്ന് എണ്ണി നോക്കുവാണ്. അപ്പോൾ അതിൽ കൂട്ടിവെച്ച കാശ് വരുമ്പോഴേക്കും ഒരു 60,000 രൂപയെ വരുന്നുള്ളേ. രേവതിക്കും സച്ചിക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്, കാരണം മുറി കെട്ടാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ച കാശാണല്ലോ. രേവതി സച്ചിയെ കെട്ടിപ്പിടിച്ചൊക്കെ കരയുന്നുണ്ട്, സച്ചിയേട്ടാ ഇത് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആയിരുന്നു ഈ പൈസ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുമ്പോഴേക്കും രേവതി നീ വിഷമിക്കല്ലേ, ഒരാവശ്യം വന്നോണ്ടല്ലേ, നമുക്ക് പിന്നെയാലും സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇനി ബാക്കി കാശിന് എന്ത് ചെയ്യും എന്നോർത്ത് സച്ചി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എൻ്റെ സ്കൂട്ടർ വിൽക്കാം സച്ചിയേട്ടാ എന്ന് പറയുമ്പോഴേക്കും, എന്താ രേവതി നീ പറയുന്നത്, സ്കൂട്ടർ വിൽക്കാനോ? നമ്മുടെ ജീവിതം തന്നെ ഓടുന്നത് ആ വണ്ടികളിലാണ്, എൻ്റെയോ നിൻ്റെയോ വണ്ടി വിൽക്കാൻ പാടില്ല, അത് വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതാധാരം തന്നെ പോവും രേവതി, അങ്ങനെ ഒരു കാര്യം ചിന്തിക്കണ്ട, ആ വണ്ടി വിൽക്കണ്ട എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. രേവതി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സച്ചിയുടെ തോളിൽ കിടക്കുമ്പോഴേക്കും രവീന്ദ്രൻ വരുവാണേ. അപ്പോഴേക്കും സച്ചി എളുപ്പം ഈ ഹുണ്ടിയിലെ കാശൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. എന്താ നിങ്ങൾ രണ്ടാളും ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഇല്ലച്ചാ ഞങ്ങളിങ്ങനെ നാളത്തെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്ര പോക്കറ്റിൽ നിന്നും കുറച്ച് കാശ് എടുത്തിട്ട് സച്ചിയുടെ കയ്യിൽ കൊടുക്കുവാണേ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, എന്താ ഇത്, നിങ്ങൾ ഈ കാശ് പിടിക്ക്, ഇതൊന്നും വേണ്ടച്ചാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ സച്ചി, പണ്ട് നിങ്ങളുടെ ചെറുപ്പത്തിലെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നും അറിയിക്കാതെയാണ് ഞങ്ങൾ വളർത്തിയത്, പക്ഷേ നിങ്ങൾ വലുതായപ്പോഴോ നിങ്ങളുടെ വിഷമങ്ങൾ അറിയിക്കാതെ ഞങ്ങളെ നോക്കുന്നു, എന്താടാ ഇത്, നിങ്ങൾ എന്തോരം പൈസക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം, എന്താ ഇവിടെ നടക്കുന്നതെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം, ഈ കാശ് നീ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്ര തൻ്റെ കയ്യിലുള്ള കാശൊക്കെ സച്ചിയുടെ കയ്യിൽ കൊടുക്കുവാണ്. രേവതിക്ക് ഇത് കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ ആവുകയാണ്. അച്ഛനോട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട്, അച്ഛാ ഒരുപാട് സന്തോഷം അച്ഛ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നിൻ്റെ കുടുംബവും എൻ്റെ കുടുംബം തന്നെയല്ലേ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രേ ഉള്ളൂ, ഞാൻ ചെറുതായിട്ട് കൂട്ടിവെച്ച കാശൊക്കെയാണ്, അത് നിങ്ങൾക്ക് ഉപകാരമാവുമെങ്കിൽ ആവട്ടെ, നിങ്ങളുടെ കുടുംബം നിൻ്റെ കുടുംബം എൻ്റെ കുടുംബം തന്നെയാണ്, ശരത്തും എൻ്റെ മോൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനും ഇമോഷണൽ ആവുകയാണ്. സച്ചിക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്, 3 പേരും കൂടി കെട്ടിപ്പിടിച്ച് കരയുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.